Good morning, students. Today we will discuss another topic, that is profitability ratios. According to the nature, there are five classification of the ratios. Previous classes we discussed three types of ratios such as liquidity ratio, leverage ratio and activity ratio. Then fourth type of ratio is profitability ratio. As the name indicates, profitability ratio is related with the profit and sales. Profit and sales. Okay. Profitability ratios are the class of financial ratio that are used to assess the ability of a business to generate earning relative to its revenue, operating cost, balance sheet assets and shareholders equity. These ratios show how well companies use their existing assets to generate profit and value for shareholders. Profitability ratio, അതായത് profit earning capacity അല്ലെങ്കിൽ income earning capacity or income generating capacity of a business is measured in this ratio in related with its sales and profit. സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ റവന്യൂ ഏർണിങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ് ഏത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. A business firm is basically a profit earning organization. Income statement of a firm shows the profit earned by the firm during an accounting period. Profitability is an indication of the efficiency with which the operations of business are carried on. Poor operational performance may indicate poor sales and hence poor profit. അപ്പോൾ ഒരു മോശം പ്രോഫിറ്റും മോശം സെയിൽസും ഒക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേറ്റും പുവറാണെന്നാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ പ്രോഫിറ്റബിലിൻ്റെ ഇൻഡിക്കേഷനാണ് പ്രോഫിറ്റബിലിറ്റിയുടെ, അതായത് പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സാണ് എന്ത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദർ ആർ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ദേ ആർ profitability ratios on the basis of sales and profitability ratios on the basis of investment. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലും അതുപോലെ തന്നെ സെയിൽസിൻ്റെ ബേസിലുമാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ സെയിൽസ് ബേസ് ക്ലാസിഫിക്കേഷനെ നമ്മൾ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയും. ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ദെൻ അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിലെ ഒന്ന് രണ്ട് റേഷ്യോസ് എന്ന് പറയാം, ബാക്കി നമുക്ക് സബ്സിക്വൻറ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Profitability ratios based on sales. These are general profitability ratios. അപ്പോൾ profitability ratios based on salesനെ മറ്റൊരു പേരാണെന്ത്? General profitability ratios. These are calculated on the basis of sales. Important general profitability ratios are gross profit ratio, net profit ratio, operating ratio, operating profit ratio, expense ratios. അപ്പോൾ ഓരോന്നും ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ഓർമ്മയാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ രണ്ട് ക്ലാസിഫിക്കേഷനായിട്ടാണ്. അത് ഓൺ ദ ബേസിസ് ഓഫ് സെയിലും ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും. ഈ ഓൺ ദ ബേസിസ് ഓഫ് സെയിലിനെ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയും. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് എക്സ്പെൻസ് റേഷ്യോ. വി വിൽ ഡിസ്കസ് ഫസ്റ്റ് ടു റേഷ്യോസ്, ദറ്റ് ഈസ് gross profit ratio and net profit ratio. First one, gross profit ratio. The gross profit ratio is the ratio of gross profit to revenue from operation. It expresses the relationship between gross profit and sale. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ്. സെയിൽസിനാണ് നമ്മൾ എന്ത് പറയുക? റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ്. അത് മൈൻഡിലുണ്ടാവണേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ gross profit divided by revenue from operation, that is net sale, into 100. പെർസെൻറ്റേജിലാണ് ഈ റേഷ്യോ കാണാം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എഴുതിയാലും കുഴപ്പമില്ല, നെറ്റ് സെയിൽ എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ എന്താണ്? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റവന്യൂ ഫോർ ഓപ്പറേഷൻ മൈനസ് ചെയ്താൽ മതി. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അത് ഏതാണ്, എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ നമ്മളെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് വേണം
ഇക്വേഷൻ ഉപയോഗിക്കും. ഇതൊക്കെ മുമ്പേ പറഞ്ഞ ഇക്വേഷനാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. പിന്നെ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടാവും. നെറ്റ് സെയിലാണ് എടുക്കുക. സെയിലിൻ്റെ റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ഒക്കെ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. The gross profit ratio plays an important role in financial management. It serves as a valuable indicator of the firm's ability to utilize effectively the outside source of fund. It also serves as an important tool in shaping the pricing policy of the firm. This ratio helps in ascertaining whether the average percentage of profit on the goods is maintained or not. അപ്പോൾ ഒരു ആവറേജ് പ്രോഫിറ്റ് റേറ്റ് ഒരു ഫേം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പെർസെൻറ്റേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പണിംഗ് ഇൻവെൻറ്ററി 60,000, പർച്ചേസസ് 2 lakh, wages 60,000, revenue from operation or sales is equal to 5 lakh, closing inventory 50,000, carriage 30,000. ഇത്ര ഇൻഫോർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ക്യാരേജ് തന്നിട്ടുണ്ട്. ക്യാരേജ് ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ ഒന്നും തന്നിട്ടില്ല. അപ്പം വെറും ക്യാരേജ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ഓർ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് വേണ്ടത്. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ്? 5 lakh തന്നിട്ടുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം നമ്മളല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെങ്കിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് വേജസും ക്യാരേജും അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 50,000. അപ്പോൾ 5 lakh മൈനസ് ദെൻ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഐറ്റംസ് 60,000 പ്ലസ് 2 lakh പ്ലസ് 60,000 പ്ലസ് 30,000. അതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ. നോക്കിയാൽ മതി. 60,000 പ്ലസ് 2 lakh പ്ലസ് 60,000 പ്ലസ് 30,000 മൈനസ് 50,000, അതായത് 3 ലക്ഷം വരും അല്ലേ. 5 lakh മൈനസ് 3 lakh ആണ് വരിക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 2 lakh വരും. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചിട്ട് 2 lakh ആണ് ഗ്രോസ് പ്രോഫിറ്റ് വരിക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പോൾ റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു 2 lakh ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100, ദറ്റ് ഈസ് ഈക്വൽ ടു 40%. 40% ആണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുക. 40% പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം എന്താണ്? നല്ല പൊസിഷനിലാണ് നമുക്ക് പറയാം അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഓർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ. The net profit ratio is the ratio of net profit to revenue from operation. It measures the profit per rupee of sale. It is determined by dividing the net profit after tax by net revenue for period. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നേരത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ്. നെറ്റ് സെയിൽ ഓർ റവന്യൂ ഫ്രം ഓപ്പറേഷൻ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് മൈനസ് ചെയ്യുക, ദെൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്യുക. അത് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ച ഓർഡർ ഓർമ്മയില്ലേ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. അതിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറയ്ക്കുകയും ഇൻഡയറക്റ്റ് ഇൻകം കൂട്ടുകയും ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നു. അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നു അല്ലേ. ആ സെയിം ഈക്വേഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ്സ്, ആക്സിഡൻ്റൽ ലോസസ്, അതായത് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പിന്നെ ലോങ് ടേം ബോറോയിങ്സ്, ആക്സിഡൻ്റൽ ലോസസ് ഒക്കെ അതിൽ വരും. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കണ്ടക്ട്സ് ദ റിട്ടേൺ നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ്
ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബട്ട് ബിഫോർ ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ കുറച്ചതിന് ശേഷമുള്ളത്. ആ എമൗണ്ട് ആണ് നമ്മൾ നെറ്റ് എമൗണ്ട് ആയിട്ട് എടുക്കുക. നോക്കാം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. This ratio used to measure the overall profitability and hence it is very useful to proprietors. Higher the ratio, better is the operational efficiency of the concern. അപ്പോൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്നും പറയാം നെറ്റ് പ്രോഫിറ്റ് റേഷ്യോനെ. അതായത് നെറ്റ് എമൗണ്ട് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. ഫോർ നോക്കാം ഒരു എക്സാമ്പിൾ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. സെയിൽസ് റുപ്പീസ് 3,50,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,50,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000, സെല്ലിംഗ് എക്സ്പെൻസ് 10,000. അപ്പോൾ സെയിൽസ് എമൗണ്ട് നെറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, റിട്ടേൺ ഒന്നുമില്ല, 3,50,000 ആണ്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇവിടെ ടാക്സും കാര്യമൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ അത് മൈനസ് ചെയ്യാൻ നിൽക്കണ്ട. ടാക്സും ഇൻട്രസ്റ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ സെയിൽസിൽ നിന്ന് ബാക്കിയുള്ള ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. നോക്കാം, സൊല്യൂഷൻ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓഫീസ് എക്സ്പെൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അതായത് 3,50,000 നിന്ന് 1,50,000 ആദ്യം കുറയ്ക്കുക, ദെൻ അതിൽ നിന്ന് 50,000, ദെൻ 10,000. ആൻസർ 1,40,000 കിട്ടും. നെറ്റ് പ്രോഫിറ്റ് 1,40,000 കിട്ടും. സെയിൽസ് 3,50,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1,40,000 ഡിവൈഡ് ബൈ 3,50,000 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഓൾസോ 40%. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 40% ആണ് കിട്ടിയത്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 40% ആണ് കിട്ടിയത്. അപ്പോൾ 40% എന്ന് പറയുമ്പോൾ എന്താണ്? ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് റേഷ്യോസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസിലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അതിൻ്റെ ബാക്കി റേഷ്യോസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.